ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദു ആണ്. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈലിലേക്ക് പല ആളുകളും കോൾ ചെയ്യാറുണ്ട്. നമ്മുടെ മൊബൈൽ സേവ് ചെയ്ത ആളുകളും സേവ് ചെയ്യാത്ത ആളുകളും ഒക്കെ വിളിക്കാറുണ്ട്. അൺനോൺ നമ്പറിൽ നിന്ന് ഒരുപാട് കോളുകൾ വരാറുണ്ട്. അപ്പോൾ അൺനോൺ നമ്പറിൽ നിന്നും ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, അവരുടെ ഫോട്ടോ നമുക്ക് വളരെ ഈസിയായി കണ്ടുപിടിക്കാൻ സാധിക്കും. അത് നമ്മളൊക്കെ പറ്റിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഉടായ്പിന് വേണ്ടി മറ്റുള്ള ആരെങ്കിലും നമുക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, അതുപോലെ അവരുടെ ഫോട്ടോ, അവരുടെ പേര് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത. തീർച്ചയായും നല്ലൊരു ആപ്പാണ്. ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യൂട്യൂബ് ചാനൽ പരിചയപ്പെട്ട ആപ്പ് കൂടിയാണ്. പക്ഷേ ഇപ്പോഴും പല ആളുകളും ഉപയോഗിക്കുന്നില്ല. എല്ലാവരും ട്രൂ കോളർ എന്ന് പറയുന്ന ആപ്പിന്റെ പുറകെയാണ്. അതിനേക്കാൾ ഫീച്ചറുള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്നിവിടെ പരിചയപ്പെടുന്നത്. ഇത് ഐഫോണിലുമുണ്ട്, ആൻഡ്രോയിഡിലുമുണ്ട്. രണ്ടിലെ ലിങ്ക് വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്പിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ പെട്ടെന്ന് നമ്മൾ പറയണം വാട്സപ്പിലേക്ക് ആ ഫോട്ടോ പെട്ടെന്ന് വിട്ടുകൊണ്ടാണ്. അപ്പോൾ അയാളുടെ പേര് സെർച്ച് ചെയ്ത് വാട്സപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കട്ടാക്കുന്ന സമയത്ത് ആ വാട്സപ്പിലേക്ക് ഡയറക്റ്റ് നമുക്ക് പോകാൻ സാധിക്കും. അതൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. കൂട്ടുകാർ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടർ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക. അവിടെ പെർമിഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുന്നത് എല്ലാം നിങ്ങൾ ഇതുപോലെ എനേബിൾ ചെയ്ത് പെർമിഷൻ അലോ ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ആപ്പിൻ്റെ പേര് കാണും, അതിൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക. അതും എനേബിൾ ആയി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മേലെ ക്ലിക്ക് ചെയ്യുക, പെർമിഷൻ അലോ ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ എനേബിൾ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ലഭിക്കുകയില്ല. അത് പ്രത്യേകം ഓർമ്മ കൊടുക്കുന്നു. ഇനി കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളോട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ നമ്പറോട് എൻ്റർ ചെയ്യുന്നു, കണ്ടിന്യു കൊടുക്കുന്നു. ഇവിടെ രാജ്യം, അതുപോലെ തന്നെ ഈ ഒരു 91 ഇതൊക്കെ ഇവിടെ കറക്റ്റാണ് നോക്കണം. നിങ്ങൾ സൗദിയിലുള്ള ആണെങ്കിൽ സൗദി അറേബ്യ ആക്കി കൊടുക്കുക, ഇന്ത്യയിലെ ആളുകൾ ഇന്ത്യ ആക്കി കൊടുക്കുക, UAE ആണെങ്കിൽ UAE ആക്കി കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്യണം. അപ്പോൾ അതുവരെ ഇതൊന്ന് കഴിയുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. ഓതൻറ്റിക്കേഷൻ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഇത് മൂന്നും മേലുണ്ട് 4 ഐറ്റംസ്: പെർമിഷന്, വെരിഫൈഡ്, ഡീറ്റെയിൽസ്, ഗെറ്റ് സ്റ്റാർട്ടഡ് ആയിക്കഴിഞ്ഞു. എനിക്ക് ഓൾറെഡി എൻ്റെ ഫോട്ടോ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. ഗാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാൻ തൽക്കാലം എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യാം. എൻ്റെ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പം ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ ആളുകൾ കോൾ ചെയ്യുന്നത് അയാളുടെയൊക്കെ പേരുകൾ ഇതുപോലെ ഫോട്ടോകളടക്കം കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാത്ത പേരുകളടക്കം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു കോൾ ആർക്കെങ്കിലും ചെയ്തു നോക്കാം. എൻ്റെ മൊബൈലിൽ നിന്നും ജസ്റ്റ് ഞാൻ ബാക്ക് അടിക്കുന്നു. ബാക്ക് അടിച്ചതിന് ശേഷം സാധാ കോൾ ലോഗോ എടുക്കുന്നു. ലോഗോയിൽ നിന്നും ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആക്കിയ ശേഷം ഫോൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സെറ്റ് ഡിഫോൾട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ നമ്പറുകളും ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കോൾ ചെയ്ത് നോക്കാം. അപ്പോൾ ആർക്കാ കോൾ അറിയാത്ത നമ്പറിലേക്ക് വിളിക്കണം. ജസ്റ്റ് ഇവിടെ ഇതിൽ ഒരു 21 നമ്പർ ഉണ്ടല്ലേ, ഇത് ആരാ നമുക്ക് നോക്കാം. എൻ്റെ മൊബൈൽ സേവ് ചെയ്യാത്തൊരു നമ്പറാണ്. ജസ്റ്റ് ഞാൻ അതിലേക്കൊരു കോൾ കൊടുക്കുന്നു. ഓക്കെ, സിം 2 വാട്സപ്പിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോകാൻ. അപ്പോൾ അയാളുടെ പേര് ഇതിലില്ല. അപ്പം അയാളെ വാട്സപ്പിലേക്ക് പോകാൻ വേണ്ടി വാട്സപ്പ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് അയാളുടെ വാട്സപ്പിലേക്ക് നമുക്ക് ഇതുപോലെ പോകാൻ സാധിക്കും. കണ്ടോ, ഇതേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ ആളുടെ പേര് കാണണ്ടേ, ഇതിപ്പോൾ ആളുടെ പേര് അതിൽ ആഡ് ചെയ്തിട്ടില്ല. ട്രൂ കോളർ പോലെയുള്ളൊരു ആപ്പാണ്. നമുക്ക് തൽക്കാലം ഇവിടെ നിന്നുകൊണ്ട് വേറെ നമ്പർ, ഈ നമ്പർ നമുക്ക് നോക്കാം. 8891 ലാസ്റ്റ് 210. അതിന് മേലെ ടച്ച് ചെയ്തു, കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്തു, സിം 2 കൊടുത്തു. ഞാൻ സിം 2 കൊടുത്തു. വാട്സപ്പിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് വാട്സപ്പിലേക്ക് പോകാം. അയാളുടെ ഫേസ്ബുക്കിലേക്ക് പോകണമെങ്കിൽ ഫേസ്ബുക്കിലേക്ക് പോകാം. ജസ്റ്റ് ഞാൻ വാട്സപ്പിലേക്ക് പോകാം. ഓക്കെ, അയാളുടെ വാട്സപ്പിലേക്ക് പോയി. അയാളുടെ ഫോട്ടോ കാര്യങ്ങൾ സേവ് ചെയ്താലേ വരുള്ളൂ. ഓക്കെ, ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫേസ്ബുക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചിടാം. ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ജസ്റ്റ് അലി അഡ്മിൻ ഇവൻ്റെ ഇതിലേക്ക് ഞാൻ കോൾ ചെയ്യുന്നു. ശേഷം ഫേസ്ബുക്കാണ്. ഫേസ്ബുക്കിന് മേലെ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് പോകുന്നതായിരിക്കും. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ആപ്പാണ്. എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.